ഗോപാലേട്ടാ, ഈ വേല എന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല കേട്ടോ. എന്താ ശരിയാവട്ടെ? ഞാനിതുപോലെ ഒരുപാട് വേലർക്ക് തെളിഞ്ഞവനാ. താൻ കാര്യം പറ. ഒന്നും മനസ്സിലായില്ലല്ലേ? കാര്യം പറയാ, കാര്യം മനസ്സിലാക്കി വലിയ ചോദിച്ചോ? ഗോപാലന്റെ പിന്തുണയിൽ ഞാൻ മത്സരിക്കുന്നെന്ന് പറയാ. എന്നിട്ട് എന്റെ എതിർകക്ഷിയെ സഹായിക്കാൻ മക്കളെ അയച്ചു വിടുക. ഇത് എന്നോട് തന്നെ വേണോ? താൻ അസംബന്ധം പറയരുത്. ഞാൻ പണമിറക്കി നിർത്തിയ തന്റെ എതിർകക്ഷി മീനാക്ഷിയെ സഹായിക്കാൻ ഞാൻ എന്റെ മക്കളെ വിട്ടെന്നോ? അതെ. മുതലച്ചനെ പറ്റി പഴി പറയരുത്. വക്കീൽ എന്നോട് സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കും, അതിനുള്ള വകുപ്പുണ്ട്. ഗോപി പോടാ അവിടെ. നേരാണോ ശിവരാമൻ പറഞ്ഞത്? എന്റെ മക്കൾ മീനാക്ഷിയെ സഹായിച്ചെന്നു ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടാ വരുന്നത്. ദൈവത്തിനാണ് ശിവരാമ, ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. വരട്ടെ, ഞാൻ എന്റെ മക്കളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എടാ കുഞ്ഞുണ്ണി, നീ ഇതൊന്നും കേട്ടില്ലേ? കേട്ടു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ഒരു കണ്ണ് എന്റെ മക്കളുടെ പുറകെ ഉണ്ടാവണം? ആകെ എനിക്ക് 2 കണ്ണേ ഉള്ളൂ. അത് ഞാൻ എവിടെയെല്ലാം കൊണ്ടുവയ്ക്കും. ഒരു കണ്ണ് ഓട്ടോ കമ്പനിയിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് വർക്ക്ഷോപ്പിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് എസ്റ്റേറ്റിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് തിയേറ്ററിൽ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് ഇവിടെ വേണമെന്ന് പറഞ്ഞു, ഒരു കണ്ണ് ശ്മശാനത്തിൽ. ഇപ്പൊ തന്നെ പോയി മക്കൾ എവിടെ ഉണ്ടെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലിട്ട് പൂട്ടി ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുറന്നു വിട്ടാ മതി. ഈ വേഷത്തിലാണോ പോകുന്നത്? യൂണിഫോം ഇട്ടിട്ട് പോയാ മതിയടാ. ഇവിടെ വാ. പിന്നെ നീ തനിച്ചു പോയാ പിള്ളേര് പേടിക്കൂല. ഒരു വണ്ടി പോലീസിനെ കൊണ്ടുപോകും. ശിവദാസൊന്ന് വേഗം നടന്ന്. നീ പെണ്ണുങ്ങളെ കിടക്കാൻ വയ്യ, പിന്നെ ആർക്ക് എടുക്കാൻ വയ്യ? പോലീസുകാരെ ഞാൻ വെറുതെ റണ്ണിങ് എടുത്തു ഞങ്ങൾ. ഗോപി, നീ ഇവരെ ഒളിച്ചോടാ. അത് ഞങ്ങൾ നീ ഉണ്ടോ കൂട്ടത്തിൽ? സർക്കിളേട്ടാ, ഞാൻ സ്നേഹിക്കുന്നു. 307, 547. ഈ പറ്റ വാങ്ങി ജീപ്പിൽ വയ്ക്കണം. പ്ലീസ് സർ, പ്ലീസ്, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നോ, അങ്ങനെ ഒളിച്ചോടി ജീവിക്കണ്ട. ഒന്ന് ചോദിച്ചോട്ടെ, ആരെ പേടിച്ചാണ് നിങ്ങൾ ഒളിച്ചോടുന്നത്? നിങ്ങൾ പ്രായപൂർത്തിയായവരല്ലേ? ഒരാൾക്ക് നിങ്ങൾ തടുക്കാനാവില്ല. പ്രേമത്തിനോട് കളിക്കുന്നത് ആപത്താണെന്ന് നിവൃത്തി അച്ഛനോട് പറയണം. എന്റെ ജീവിതമോ ആ മനുഷ്യൻ പാഴായി. നിങ്ങളുടെ ജീവിതം അങ്ങനെ നശിപ്പിക്കണം. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എവിടേക്ക് ഒളിച്ചോടി പോകട്ടെ, ചുണയോടെ ഇവിടെ തന്നെ നിൽക്കണം. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. അയ്യോ എന്റെ പൊന്ന് സർക്കിളേട്ടാ, അങ്ങോട്ട് മാറി. നമുക്കിന്ന് ആഘോഷിക്കണം. എന്നാൽ നിങ്ങൾ 4 പേരും ചേർന്ന് ഒന്നാം തരം ഒരു പാട്ട് പാടി ആഘോഷിക്കണം. ഞാൻ ഇന്ന് കാണട്ടെ. ആളുകൾ ഓടിക്കൂടിയാലോ? ആര്? ഒരാളിൽ വരില്ല. 319, 420. ഈ തോട്ടത്തിന് ചുറ്റും കാവൽ നിൽക്കണം. ഒരു ഈച്ച പോലെ ഇതിനകത്ത് കിടക്കരുത്. ഒരു സംശയം, പോലീസിനെ ഈ ജോലിക്ക് വിടുന്നത് നിയമപരമായി തെറ്റല്ലേ? പോലീസ്? ആര്? ഇവര്. ഞാനേ അമ്മായച്ചന്റെ കാര്യം നോക്കാൻ വേണ്ടി 3 മാസമായി ലീവിലാ. പോലീസേ നാടക പോലീസാ. ഡ്രസ്സിന് ദിവസം 3 രൂപ വാടക. വളരെ ചീപ്പാ. എവിടെ പോന്നു? പുറത്തു പോകാൻ. 1 2 3 4